ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിൽ പുലിപ്ര കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇവിടെയുള്ള നാട്ടുകാരുടെ ഈ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മഴ തുടങ്ങിയാൽ എല്ലാ ദിവസവും ഇവിടെ വന്ന് നോക്കും. ഇവരോട് പറയും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മാറണമെന്നൊക്കെ പറയും. കാരണം ഒരു ദുരന്തം സംഭവിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പാണ്. അനിൽ പുലിപ്ര, ഈ കാര്യത്തിൽ ഇനി എന്താണ് ഒരു പരിഹാരം ഉണ്ടാവുക? ഇതിപ്പോ പല ഭാഗത്തും വലിയ ദുരന്ത വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് അവസാനം എല്ലാം കൂടി ഇടിഞ്ഞ് താഴേക്ക് എത്തിയിട്ട് അന്ന് എല്ലാവരും ഓടി വരാനായിരിക്കുമോ ഈ കാത്ത് നിൽക്കുന്നതെന്ന് നാട്ടുകാർ തന്നെ ചോദിച്ചാൽ? ഇവിടെ ഇപ്പൊ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ താഴത്തെ ഏകദേശം ഒരു 4 വീടുകളെ വളരെ അപകട ഭീഷണിയിലാണ്. അപ്പൊ ആ മതിൽ ഏത് സമയവും മേളിൽ നിന്ന് ഇടിഞ്ഞു പോരാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ അവരോട് നമ്മൾ പഞ്ചായത്ത് അധികൃതരും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരോട് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ മാറി താമസിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും. കഴിഞ്ഞ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ റോഡിന്റെ സൈഡുകൾ മാത്രം കെട്ടിക്കൊടുക്കലും കാര്യങ്ങളും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കഴിഞ്ഞ പദ്ധതി വെച്ചിട്ട് നമ്മൾ 20 ലക്ഷം രൂപ മുടക്കിയിട്ട് പഞ്ചായത്ത് റോഡിന്റെ സൈഡ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇത് ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പഞ്ചായത്ത് അതൊരു ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ചെയ്യാം എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മയും വൈസ് പ്രസിഡന്റ് ഹാരിസും കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ സംസ്ഥാനത്തെമ്പാടും വലിയ ദുരന്തങ്ങളൊക്കെ കേൾക്കുന്നു നമ്മൾ. ഇപ്പോൾ പ്രളയക്കെടുതിയൊക്കെ കുറിച്ച് ഇത് ഒരു ദുരന്തം. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന പലരും ഇവിടുന്ന് വിട്ടുപോയി. അപ്പോൾ ബന്ധപ്പെട്ട അവരൊക്കെ ഉൾപ്പെടെ ഒന്ന് വന്ന് അവരെയൊക്കെ സന്ദർശിച്ച് അവർക്കൊരു വേണ്ടുന്ന ഒരു 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 പരിഹാരം നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ അവരൊന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അവർ തന്നെ പറഞ്ഞില്ലേ, ഈ മഴക്കാലം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വരും, പിന്നീട് വരില്ല. അപ്പോൾ ഒന്ന് താങ്കൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറല്ലേ, അവരോടൊക്കെ ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വന്ന് അവരെ സന്ദർശിച്ച് ഒരു തിടുക്കത്തിൽ, കാരണം ദുരന്തം വന്നിട്ട് ഓടിയെത്തുന്നതിനേക്കാൾ നല്ലതല്ലേ? അത് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിലടക്കം ഉള്ള പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ഇവിടെ വരികയും അതിപ്പം ഗ്രാമപഞ്ചായത്തിനും തദ്ദേശ സ്ഥാപനത്തിനും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ കാര്യമായ രേഖപരമായ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അവർക്ക് പറ്റുന്നത് ഇപ്പോൾ ഏറ്റവും പറ്റുന്നത് എന്ന് വെച്ചാൽ ഇവരെ സുരക്ഷിതമായിട്ട് മാറ്റി താമസിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അതിന് എന്ത് പറഞ്ഞാലും അവർ ഇന്നിപ്പോൾ സന്നദ്ധരാണെങ്കിൽ എന്ന് വെച്ചാൽ അതിനുള്ള അവർക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കൂളാണെങ്കിലും അതിനുള്ള സൗകര്യമാണല്ലോ, അവർക്ക് ഭക്ഷണമാണല്ലോ, അതിന് യാതൊരുവിധ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവർ തന്നെ പറഞ്ഞില്ലേ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലേക്കോ ക്യാമ്പിലേക്കോ മാറി താമസിച്ചു, അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഇവിടേക്ക് തന്നെ വരണ്ടേ? അവര് എല്ലാം വിട്ടുപിറക്കി ഏതെങ്കിലും സ്കൂളിൽ പോയി താമസിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ ജീവിതം അവർ തന്നെ പറഞ്ഞു, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും, ഇപ്പൊ ഈ ദുരിതത്തിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പഞ്ചായത്തിൽ പല ഭാഗത്തും പഞ്ചായത്തിൻ്റെതായ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇപ്പോൾ പലരും ഇവിടുന്ന് വിട്ടുപോയല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് വിചാരിച്ചാൽ സാധിക്കില്ലേ? നിങ്ങൾ MLA-യുമായൊക്കെ ബന്ധപ്പെട്ട് അറിയിച്ചാൽ സാധിക്കില്ലേ അത്? ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഇതിപ്പം ഇപ്പോഴത്തെ ഒരു സംഭവമല്ല. നിങ്ങൾക്കറിയാലോ, ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു ഏരിയകളാണ്. അതിൽ ഏകദേശം ഒരു 13 വീടുകളോളം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ചുരുക്കം കുറച്ച് ആളുകൾ മാത്രമേ വന്നും പോയിട്ടായിട്ട് ഇവിടെ താമസിക്കുന്നുള്ളൂ. ആളുകൾ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ വാടക കൊടുത്ത് 10-40 വർഷമായിട്ട് വാടക കൊടുത്ത ആളുകളാണ് ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ കുറേ ആളുകൾ വീട് ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സർക്കാർ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് എന്തിനും രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവരെ അപേക്ഷിച്ച് ഇവരുടെ ജീവിതം തന്നെ ഇവിടെ ഒരു ദുരന്തമുഖമായിട്ട് മാറുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പം അടിയന്തരമായിട്ട് ഇവർ മാറി താമസിക്കാണ് ഇവരുടെ ഒരു സംരക്ഷണം. അല്ല, അവരോട് ചോദിച്ചപ്പോൾ അവർ മാറി താമസിക്കുന്നില്ല. കാരണം മാറി താമസിച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ചങ്ങോട്ട് വരണം. അപ്പോൾ ഇതിന് ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറി ഒരു 2 സെന്റ് ഭൂമി വാങ്ങിച്ച് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും സുരക്ഷിതം. കൊച്ചു കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ താഴേക്ക് വീണത് വലിയൊരു കുഴിയിലേക്കാണ്. ബാക്കി ഉണ്ടാവുന്ന കാര്യം സംശയമാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നാട് ഇവിടെ വണ്ടൂരാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. അതുകൂടാതെ എന്താ പറയുക, MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അധികാരികളൊക്കെ നിങ്ങളൊന്ന് ആഞ്ഞു ശ്രമിച്ചാൽ എന്തെങ്കിലും ആ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കില്ലേ അനിൽ പുലിപ്ര? അല്ല, MLA ഒക്കെ ഇത് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ വേണ്ട സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെയ്യുന്നതിൽ അതിനകത്ത് ഒരു പരിധിയുണ്ട്. ഇത് സർക്കാർ പൈസ കൊടുത്തിട്ട് അവരവരുടെ ഇഷ്ടപ്രകാരം ഒന്നിച്ച് ഒരു ഏജൻസി വെച്ചിട്ട് മേടിച്ചേക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പം സർക്കാർ സംവിധാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ
MLA-ക്കാണെങ്കിലും അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റുകാർക്കും ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. സർക്കാരിന്റെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും ഇപ്പം കൂടുതലായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ അവരുടെ കാര്യങ്ങളുള്ളതിൽ എല്ലാ തദ്ദേശ സ്ഥാപനത്തിലുള്ള അതായത് ഉദ്യോഗസ്ഥരും കളക്ടറടക്കമുള്ള ആളുകളോടെ നമ്മൾ ഈ വിവരങ്ങളെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിൽ പുലിപ്പുറ അദ്ദേഹത്തിന്റെ ഡിവിഷനിൽ പെട്ട ഭാഗമാണ് എന്നതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം നേരത്തെയും അദ്ദേഹത്തിന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കാലത്തും ഇങ്ങനെ ഈ സംഭവത്തിന് എല്ലാ ദിവസവും ഒന്ന് നോക്കാറുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ബന്ധപ്പെട്ട മറ്റ് അധികാരികൾ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ വരണം. അല്ലാതെ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം എല്ലാവരും ഓടിയെത്തിയിട്ട് അയ്യോ ദുരന്തം സംഭവിച്ചു, ഇനി എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നല്ല തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ വന്ന് സന്ദർശിക്കുക ബന്ധപ്പെട്ട അധികാരികൾ, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുക. അതാണ് എനിക്കും പറയാനുള്ളത്. അല്ലാതെ നീട്ടിക്കൊണ്ടുപോയ ഒരു ദുരന്തത്തിലേക്ക് എത്തിയിട്ട് അവസാനം പിന്നെ എല്ലാവരും കൂടി ഓടിയടച്ചു വന്ന് അപ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ പല ആളുകളും ചിലപ്പോൾ ദുരന്തത്തിൽ പെട്ടുപോകും. അപ്പോൾ പരിഹാരം ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, എല്ലാവരുടെയും ഒരു ശ്രദ്ധയുണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുകയാണ്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.